നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് വേദിയിൽ വെച്ച് മൈക്കിന് മുന്നിൽ വന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ വെറുമൊരു ഔദ്യോഗിക പ്രസംഗമല്ല, അതൊരു മുന്നറിയിപ്പാണ്. ഇന്ത്യ ശക്തമാകുന്നത്, സ്വയം പര്യാപ്തമാകുന്നത് ആഗോളതലത്തിൽ ചില ബാഹ്യ ശക്തികൾക്ക് ഭീഷണിയായി തോന്നുന്നുണ്ട്. അദ്ദേഹം തുറന്നടിച്ച വിവരങ്ങളാണിത്. ആരാണ് ഈ ബാഹ്യ ശക്തികൾ? ഇന്ത്യ ഒരു വികസിത രാജ്യമായാൽ ആരുടെയൊക്കെ കച്ചവടമാണ് പൂട്ടിപ്പോവുക? റഷ്യൻ എണ്ണ വാങ്ങിയപ്പോൾ ഇന്ത്യയോട് ഗുണപാഠം പഠിപ്പിക്കാൻ വന്ന പാശ്ചാത്യ രാജ്യങ്ങൾ മുതൽ ഹിൻഡൻബർഗിനെ വിട്ട് ഇന്ത്യൻ ഓഹരി വിപണി തകർക്കാൻ നോക്കിയ സാമ്പത്തിക സ്രാവുകൾ വരെ, ചൈനയും പാകിസ്ഥാനും മാത്രമല്ല നമ്മുടെ പങ്കാളികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പല വൻ ശക്തികളും ഇന്ത്യയുടെ കാല് വരൻ ക്യൂ നിൽക്കുകയാണ്. എന്താണ് ആഗോളതലത്തിൽ ഇന്ത്യക്കെതിരെ നടക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. പ്രസംഗപീഠത്തിൽ വന്ന് നിന്ന് വെറുതെ രണ്ട് നല്ല വാക്കുകൾ പറഞ്ഞിറങ്ങിപ്പോകുന്ന ആളല്ല അജിത് ഡോവൽ. രാജ്യത്തിന്റെ ഭൂരാഷ്ട്രീയവും സുരക്ഷയും ചാര സംഘടനയുടെ ചരിത്രവും ഒക്കെ അരച്ച് കലക്കി കുടിച്ച ആ മനുഷ്യൻ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തായാലും നിസ്സാരമായ അർത്ഥങ്ങളാകില്ല ഉള്ളത്. സ്വതന്ത്ര സമര കാലത്ത് ലോകമാന്യ തിലക് മുഴക്കിയ പ്രശസ്തമായ മുദ്രാവാക്യം എന്തായിരുന്നു? സ്വരാജ് എന്റെ ജന്മസിദ്ധ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. എന്നാൽ ഇന്നത്തെ 21ാം നൂറ്റാണ്ടിൽ അജിത് ഡോവൽ അതിനെ പുതിയ ഇന്ത്യക്ക് വേണ്ടി മാറ്റി എഴുതി. ഇന്ത്യയെ ശക്തവും വികസിതവുമാക്കുക എന്നത് എൻ്റെ ജന്മസിദ്ധമായ കർത്തവ്യമാണ്, ഞാനത് നിറവേറ്റുക തന്നെ ചെയ്യും. അതോടൊപ്പം അദ്ദേഹം പൗരന്മാർക്കൊരു വലിയ മുന്നറിയിപ്പും നൽകി. സ്വാതന്ത്ര്യം എന്നാൽ എന്തും ചെയ്യാനുള്ള അനിയന്ത്രിതമായ അവകാശമല്ല. അതായത് എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും, അതിന് രാജ്യസുരക്ഷ തകർന്നാലും കുഴപ്പമില്ല എന്ന് കരുതുന്ന ചില വിദേശ ഏജന്റുമാർക്കുള്ള മുഖത്തടിച്ച പോലെയൊരു മറുപടി. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവാത്മകമായ പോയിന്റ് ഇതായിരുന്നു: ഇന്ത്യയുടെ വേഗത്തിലുള്ള വളർച്ചയും ആഗോളതലത്തിലെ ഉയർന്ന ആ സ്ഥാനവും ചില ബാഹ്യശക്തികൾക്കും ശത്രുതാപരമായ താല്പര്യങ്ങൾക്കും ഭീഷണിയായി തോന്നുന്നുണ്ടെന്ന്. രാജ്യം അകത്തു നിന്നും പുറത്തു നിന്നും സങ്കീർണമായ വെല്ലുവിളികൾ നേരിടുന്നു എന്ന്. ആദ്യം തന്നെ നമുക്ക് ചൈനയെ നോക്കാം. ചൈനയെക്കുറിച്ച് വലിയ വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏഷ്യയിലെ ഏകഛത്രാധിപതിയായി വാഴാൻ കുതിച്ച ചൈനയ്ക്ക് ഇന്ത്യയുടെ വികസനവും വ്യാവസായിക കുതിപ്പും ഒരു വലിയ തലവേദനയാണ്. ഗ്ലോബൽ സൗത്തിന്റെ നേതാവായി ഇന്ത്യ വളരുന്നത് ചൈനയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയതോടെ ചൈനയുടെ സാധനങ്ങൾ ഇങ്ങോട്ട് തള്ളാൻ പറ്റാതെയായി. ഇനി പാകിസ്ഥാന്റെ കാര്യം പറയേണ്ടതുണ്ടോ? ഇന്ത്യ സാമ്പത്തികമായും സൈനികമായും വളരുമ്പോൾ പിച്ചച്ചട്ടി എടുത്ത് ലോകം മുഴുവൻ അലയുന്ന പാകിസ്ഥാന് അസൂയ മൂത്ത് വട്ടാകുന്നുണ്ട്. തങ്ങൾക്ക് എത്താൻ പറ്റാത്ത ഉയരങ്ങളിൽ ഇന്ത്യ എത്തുമ്പോൾ ഏത് വിധേനയും ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് നമ്മളെ തളർത്തുക എന്നത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. പക്ഷെ ചൈനയും പാകിസ്ഥാനും പരസ്യമായ ശത്രുക്കളാണ്. അവരെക്കാൾ അപകടകാരികളായ മറ്റൊരു കൂട്ടരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ എന്ന വ്യാജേന കൂടെ നടക്കുന്ന ചിലർ. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് അത്ഭുതം തോന്നാം. അയ്യോ, അമേരിക്കയും യൂറോപ്പും ഇന്ത്യയുടെ തോളിൽ കൈയിട്ട് നടക്കുകയല്ലേ? അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇന്ത്യയോട് സ്നേഹമുണ്ട്, പക്ഷെ അത് ഏത് പരിധി വരെയാണെന്നറിയാമോ? അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഇന്ത്യയാണ് എല്ലാവർക്കും ആവശ്യം. അല്ലാതെ അമേരിക്കയുടെയോ യൂറോപ്പിന്റെയോ കണ്ണുരുട്ടലിന് മുന്നിൽ വഴങ്ങാത്ത, സ്വന്തമായി വിദേശ നയം നടപ്പിലാക്കുന്ന ഒരു സൂപ്പർ പവർ ഇന്ത്യയെ അവർക്ക് ഒട്ടും ആവശ്യമില്ല. ഓർമ്മയില്ലേ, റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുടെ മേൽ എത്ര വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയത്? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, റഷ്യയെ ഉപരോധിക്കണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അമേരിക്കയും യൂറോപ്പും ഭീഷണിപ്പെടുത്തലുകളായിരുന്നു. പക്ഷെ അന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നൽകിയ മറുപടി എന്താണ്? യൂറോപ്പ് ഒരു കാര്യം മനസ്സിലാക്കണം, യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളാണ്, എന്നാൽ ലോകത്തിന്റെ പ്രശ്നങ്ങൾ യൂറോപ്പിന്റെ പ്രശ്നങ്ങളല്ല എന്ന ആ പഴഞ്ചൻ ചിന്താഗതിയിൽ നിന്ന് യൂറോപ്പ് പുറത്തു കടക്കേണ്ട സമയം എന്നോ അതിക്രമിച്ചിരിക്കുന്നു. പാശ്ചാത്യ മേലാളന്മാരുടെ മുഖത്തടിച്ച പോലെയുള്ള ഈ ഒരു ഡയലോഗ് അവർ ഇന്ന് വരെ കേട്ടിട്ടില്ലായിരുന്നു. അന്ന് അവർ ഞെട്ടി. ഇത്രയും കാലം നമ്മൾ പറയുന്നത് കേട്ട് അനുസരിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി മറുപടി പറയുന്നുവോ? അതെ, യൂറോപ്പിനും അമേരിക്കയ്ക്കും വേണ്ടത് റഷ്യയെപ്പോലെയോ ചൈനയെപ്പോലെയോ തലയുയർത്തി നിൽക്കുന്ന ഇന്ത്യയല്ല, മറിച്ച് അവരുടെ ഏജന്റായി നിൽക്കുന്ന ഒരു ഭരണകൂടത്തെയാണ്. 2014 മുമ്പുള്ള ഇന്ത്യ. അതിനുവേണ്ടി ഇന്ത്യയിൽ ഭരണം മാറ്റാൻ പോലും അവർ ആഗ്രഹിക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഉക്രൈനിലും ബംഗ്ലാദേശിലും നമ്മൾ കണ്ടത് എന്താണ്? ജനങ്ങളെ ഇളക്കിവിട്ട ആഭ്യന്തര കലാപമുണ്ടാക്കി ഭരണകൂടങ്ങളെ തകിടം മറിക്കുന്ന അതേ ഒരു അമേരിക്കൻ അട്ടിമറി തന്ത്രങ്ങൾ. ആയുധങ്ങളുമായി നേരിട്ട് യുദ്ധം ചെയ്യാൻ ചിലവേറും, എന്നാൽ രാജ്യത്തിനകത്തുള്ള ചില ബുദ്ധിജീവികളെയും സന്നദ്ധ സംഘടനകളെയും ഉപയോഗിച്ച് ആഭ്യന്തരമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ പണിയാണ്. ഇന്ത്യ എത്രയൊക്കെ GDP വളർച്ച കാണിച്ചാലും അന്താരാഷ്ട്ര ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യക്ക് നൽകുന്ന റാങ്കിങ് നോക്കിയിട്ടുണ്ടോ? വളരെ പിന്നിലായിരിക്കും നമ്മൾ.
നമ്മൾ. അവരിടുന്ന റാങ്കിംഗ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ്? ഇന്ത്യക്ക് ഉയർന്ന റേറ്റിംഗ് നൽകിയാൽ വിദേശ നിക്ഷേപം ഒഴുകിയെത്തുമല്ലോ, ഇന്ത്യ വീണ്ടും ശക്തമാകും. അത് തടയാൻ ബോധപൂർവം നടത്തുന്ന ഒരു കളിയാണിത്. പോരാത്തതിന് ഹിൻഡൻബർഗ് പോലെയുള്ള ഷോർട്ട് സെല്ലർമാരെ വിട്ട് ഇന്ത്യൻ ഓഹരി വിപണിയെയും കോർപ്പറേറ്റുകളെയും തകർക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു വിദേശ റിപ്പോർട്ട് വരികയാണ്, ദിവസങ്ങൾ കൊണ്ട് ശതകോടികൾ ഇന്ത്യക്ക് നഷ്ടമാകുന്നു. ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് കരുതാൻ നമ്മൾ അത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ. BBC, ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയ പാശ്ചാത്യ മാധ്യമങ്ങൾ അതെല്ലാം ഒന്ന് നിങ്ങൾ എടുത്തു നോക്കണം. ഇന്ത്യയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്നത് അവർ എപ്പോഴെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയിലെ ദാരിദ്ര്യം, വംശീയ ഭിന്നതകൾ, ക്രമസമാധാന പ്രശ്നങ്ങൾ ഇത് മാത്രമേ അവർക്ക് വാർത്തയാകുള്ളൂ. അതുപോലെ സ്വീഡൻ കേന്ദ്രീകരിച്ചുള്ള വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട്, US-ലെ ഫ്രീഡം ഹൗസ് തുടങ്ങിയ ഓർഗനൈസേഷനുകൾ ഒരു റിപ്പോർട്ടുമായിട്ട് വരും. ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണ്, സ്വാതന്ത്ര്യമില്ലാതായി. ഇത്തരം വ്യാജ റിപ്പോർട്ടുകൾ സൃഷ്ടിച്ച് ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്ന വിദേശ നിക്ഷേപകരെ ഭയപ്പെടുത്തി ഓടിക്കുക എന്നതാണ് ഇവരുടെയൊക്കെ പ്രാഥമിക ലക്ഷ്യം. ഇന്ന് ഇന്ത്യ ആയുധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നേടുകയാണ്. തേജസ് യുദ്ധവിമാനങ്ങളും മിസൈലുകളും പ്രതിരോധ സാങ്കേതിക വിദ്യകളും ഇന്ത്യ സ്വന്തമായി ഉണ്ടാക്കുന്നുണ്ട്. ഇതോടെ ആരുടെ വയറ്റത്താണ് അടി കിട്ടുന്നത്? ബോയിങ്, ലോക്ഹീഡ് മാർട്ടിൻ, ഡെസാൾട്ട് തുടങ്ങിയ വൻകിട വിദേശ ആയുധ കമ്പനികളുടെ കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധ കച്ചവടം നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ത്യ സ്വന്തമായ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് തടയാൻ ആഗോള ആയുധ ലോബികൾ എന്തിനും മടിക്കില്ല. അമേരിക്കൻ ശതകോടീശ്വരനായ ജോർജ് സോറോസ് പരസ്യമായി പറഞ്ഞതാണ്, ഇന്ത്യയിൽ ഭരണമാറ്റം കൊണ്ടുവരാൻ ഞാൻ ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവഴിക്കുമെന്ന്. സ്വന്തം സന്നദ്ധ സംഘടനകളിലൂടെ വിദേശ ഫണ്ട് ഒഴുക്കി ഇന്ത്യയിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? മറുഭാഗത്ത് സിഖ് ഫോർ ജസ്റ്റിസ് തലവനായ ഗുർപന്ത് സിംഗ് പൻവിനെ പോലെയുള്ള ഭീകരവാദികൾക്ക് അമേരിക്കയിലും കാനഡയിലും സുരക്ഷിത താവളങ്ങൾ ഒരുക്കി ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം പുറത്തുള്ള ശത്രുക്കളെ നമുക്ക് സൈന്യത്തെ വെച്ച് നേരിടാമെന്ന്. എന്നാൽ അജിത് ഡോവൽ ചൂണ്ടിക്കാണിച്ച ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള ചില ഉള്ളിലെ ശത്രുക്കളെയാണ്. വിദേശത്ത് നിന്നും വരുന്ന ഏതാനും കോടികൾക്ക് വേണ്ടി രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ഒറ്റിക്കൊടുക്കുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും ബുദ്ധിജീവി ചമയുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. രാജ്യത്ത് വംശീയവും മതപരവുമായ ചേരിതിരിവുകൾ ഉണ്ടാക്കി വികസനം തടസ്സപ്പെടുത്തി വിദേശ ഏജൻസികൾക്ക് താവളം ഒപ്പിച്ചു കൊടുക്കുന്ന കളിപ്പാവകൾ. ഇവിടെയാണ് അജിത് ഡോവൽ രാജ്യത്തെ യുവാക്കളോട് ആഹ്വാനം ചെയ്യുന്നത്. ഇന്നത്തെ യുവാക്കൾ സ്വന്തം വ്യക്തിപരമായ ലാഭങ്ങൾക്കും ചെറിയ രാഷ്ട്രീയ ലാഭങ്ങൾക്കും അപ്പുറത്തേക്ക് രാജ്യത്തിന്റെ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഈ കാണുന്ന ഈജിപ്ഷ്യൻ സംസ്കാരവും മെസപ്പൊട്ടോമിയൻ സംസ്കാരവും ഒക്കെ ചരിത്രത്തിന്റെ താളുകളിൽ മറഞ്ഞുപോയി. എന്നാൽ കഴിഞ്ഞ 5000-ൽ പരം വർഷങ്ങളായി തളരാതെ തുടർച്ചയായി നിൽക്കുന്ന ഒരേയൊരു മഹാസംസ്കാരം ഇന്ത്യയുടേത് മാത്രമാണ്. ആ സംസ്കാരത്തെയും രാജ്യത്തിന്റെ പുരോഗതിയെയും തകർക്കാൻ അതിർത്തിക്ക് പുറത്തും അകത്തും ശത്രുക്കൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. അജിത് ഡോവൽ ഒരു രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. നയതന്ത്രപരമായ അതിരുകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും പേരെടുത്ത് പറയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം തന്റെ സൂചനകളിൽ അതിൽ നിന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ വായിച്ചെടുക്കാം. ഇന്ത്യ പഴയ ഇന്ത്യയല്ല. നമ്മൾ ആരുടെയും മുന്നിൽ ഇരക്കനികളായി തലകുനിച്ച് നിൽക്കില്ല. പക്ഷേ ഈ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ബാഹ്യശക്തികളുടെയും ആഭ്യന്തര ചതികളുടെയും ഗൂഢാലോചനകളെ തിരിച്ചറിയാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് സാധിക്കണം. സ്വയം വിഡ്ഢികളായി നിന്നുകൊടുക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ഈ റീൽസുകൾക്കും അപ്പുറത്തേക്ക് പുതിയൊരു ലോകമുണ്ട്. അത് കണ്ണു തുറന്ന് കാണുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.